ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 9:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് പഴയ കാലത്തെന്ന പോലെ വീണ്ടും ഞാൻ അതിനെ പുതുക്കിപ്പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കേടുപാടുകൾ തീർത്ത് കർത്താവ് വീണ്ടും പുതുക്കിപ്പണിത ഒരു ജീവിത സാക്ഷ്യവുമായിട്ട് പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഈ ജീവിത സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുന്നത് ചാലക്കുടിയിൽ നിന്നും വരുന്ന ബ്രദർ ആന്റണി കുരിശിങ്കലാണ്. അദ്ദേഹം മാരകമായ ഒരു രോഗത്തിന് അടിമപ്പെട്ട് വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ച തരത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തിയ ജീവിത സാക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ഭാര്യയും 5 മക്കളുമായിട്ട് അദ്ദേഹം ചാലക്കുടിയിൽ താമസിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനാകുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഒരു നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരനെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കാം. ഉയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നതിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഇന്ന് കർത്താവ് അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. പറഞ്ഞേ, ആരും മുഖത്ത് നോക്കി പേടിപ്പിക്കരുത്, സന്തോഷത്തോടെ പറഞ്ഞേ, ഇന്ന് കർത്താവ് അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിത്ത് 8:16. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല, അവിടുത്തെ അനന്ത കാരുണ്യത്തിനനുസരിച്ച് അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. തോബിയാസിൻ്റെ അമ്മായപ്പനായ റഘുവേലിൻ്റെ വാക്കുകളാണത്. റഘുവേൽ ഇങ്ങനെ പറയാൻ വ്യക്തമായ കാരണമുണ്ട്. തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം ഇപ്പോൾ സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എൻ്റെ അകന്ന ബന്ധുവായ ഗബാലിയേലിൻ്റെ കൈവശം 10 താലന്ത് വെള്ളി ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ പോയി മേദിയായിലെ ഗബായേലിൻ്റെ കയ്യിൽ നിന്ന് 10 താലന്ത് വെള്ളി വാങ്ങി തിരിച്ചു വരണം. അപ്പൻ പറയുന്നത് എന്തും അനുസരിക്കുന്ന, തിരുവായ്ക്ക് എതിർവായില്ലാത്ത തോബിയാസ് അപ്പനെ അനുസരിച്ച് ധിക്കറിയാത്ത ദേശത്തേക്ക് പുറപ്പെടുമ്പോൾ കൂടെ സഹയാത്രികനായി റാഫേൽ മാലാഖ കൂടെയുണ്ട്. 2 പേരും കൂടെ യാത്ര ചെയ്ത് മാർഗമധ്യേ എക്ബത്താനായിൽ എത്താറായി. അപ്പോൾ റാഫേൽ മാലാഖ തോബിയാസിനോട് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ബന്ധുവായ റഘുവേലിൻ്റെ വീട്ടിൽ നമുക്കിന്ന് താമസിക്കാം. അവന് ഒരു മകളുണ്ട്, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. തോബിയാസ് പറഞ്ഞു, സാറയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ 7 പേരെ വിവാഹം ചെയ്തിട്ടുണ്ട്. സ്നേഹം മൂലം 7 പേരും വിവാഹത്തിൻ്റെ ആദ്യ രാത്രി അവൾ ആലിംഗനം ചെയ്തതാണ്. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഈ തോബിയാസിൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. റാഫേൽ മാലാഖയുടെ നിർദ്ദേശമനുസരിച്ച് ചില കാര്യങ്ങൾ ക്രമീകരിച്ച് 2 പേരും കൂടെ യാത്ര തുടർന്നു. സാറയെ വിവാഹം ചെയ്യാൻ തീരുമാനമായി. 2 പേരും എക്ബത്താനയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. റഘുവേൽ അവരെ സ്വാഗതം ചെയ്തു. ഉടനെ ഇവർ 2 പേരും തങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ഉഭയസമ്മത പ്രകാരം 2 പേരുടെയും വിവാഹം തീരുമാനിച്ച് അന്ന് തന്നെ വിവാഹ ഉടമ്പടി എഴുതിയുണ്ടാക്കി ഒരു മുദ്രമോതിരമെടുത്ത് മുദ്ര വെച്ച് വിവാഹം നടത്താൻ തീരുമാനമായി. വിവാഹം നടന്നു. വിവാഹ സദ്യയ്ക്ക് ശേഷം അവരുടെ കിടപ്പുമുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അമ്മായപ്പനായ റഘുവേൽ 7 മരുമക്കളെ മരിച്ചതിൻ്റെ ഓർമ്മ, ഭീതിതമായ ചില ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. 8ാമത്തവനും മരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി അദ്ദേഹം തൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയിൽ പോയി 8ാമത്തെ ശവക്കുഴി
തയ്യാറാക്കി തിരിച്ച് വീട്ടിലെത്തി. ഒരു മൃതശരീരം സംസ്കരിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് രഘുവേൽ വീട്ടിൽ തിരിച്ചെത്തി. തൻ്റെ ഭാര്യ എഥിനയെ വിളിച്ചിട്ട് പറഞ്ഞു, ദാസിയായ ഒരു പെൺകുട്ടിയോട് പറയണം, പുതിയ മരുമകനായ തോബിയാസ് മരിച്ചോ ഇല്ലയോ എന്ന് നോക്കണം. ദാസിയായ ഈ പെൺകുട്ടി രണ്ടുപേരുടെയും കിടപ്പുമുറിയുടെ കിളിവാതിലിലൂടെ നോക്കിയപ്പോൾ ഈ പുതിയ മരുമകൻ മരിച്ചിട്ടില്ല. അവൾ തിരിച്ചു വന്ന് തൻ്റെ യജമാനന്റെ അടുക്കൽ പറഞ്ഞു, സർ, അങ്ങയുടെ പുതിയ മരുമകനായ തോബിയാസ് മരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ രഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. തോബിത്ത് 8:16, ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്ത കാരുണ്യത്തിന് അനുസൃതമായി അവിടെ നിന്ന് ഞങ്ങളോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്രതീക്ഷിതമായി എൻ്റെ 2 കൈയും 2 കാലും തളർന്ന് ഐസിവിൽ കിടക്കയിൽ കിടക്കുമ്പോൾ, ആശുപത്രിക്കിടയിൽ കിടക്കുമ്പോൾ എന്നെ കണ്ടുവന്ന അനേകർ ശങ്കിച്ചു പോയി, ഞാൻ എൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന്. എന്നാൽ എൻ്റെ ദൈവം അത്ഭുതകരമായ രൂപത്തിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്ന് പങ്കുവയ്ക്കാനാണ് ദൈവം എന്നെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ ശക്തിയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബ് 5:7, അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു. എല്ലാ മനുഷ്യർക്കും, മാർപ്പാപ്പ മുതൽ കപ്പ്യാര് വരെ, പ്രസിഡന്റ് മുതൽ പഞ്ചായത്ത് ഓഫീസിലെ പിയൂൺ വരെ, വിവിധ തലങ്ങളിലും തസ്തികകളിലും ഉള്ളവർക്ക് സഹനങ്ങളുണ്ട്. ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഈ സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന മാനസിക ഭാവം എന്താണ്? വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ, നമ്മുടെ കേരള സഭയിലെ പഞ്ചക്ഷതധാരിയായ മറിയം ത്രേസ്യ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, പാപം തീയാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ദഹിപ്പിക്കുന്ന നരകത്തീ, അത് ശമിപ്പിക്കുന്ന പരിഹാരത്തിൻ്റെ ജലമാണ് സഹനം. കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയായ അൽഫോൺസാമ്മ നമ്മെ പഠിപ്പിച്ചു, കഷായം തന്ന കർത്താവിന് തന്നെ പഞ്ചസാരയും തരാനറിയാം. ബോംബെയിലെ വാസായിൽ ജനിച്ച് ജപ്പാനിലെ നാഗസാക്കിയുടെ കുന്നിൻ്റെ മുകളിൽ 2 കൈയും കുരിശിന്മേൽ തറച്ച് പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ കുന്തം കൊണ്ട് പിടഞ്ഞ് നെഞ്ചിലേക്ക് കയറി ഹൃദയം പുറത്തേക്ക് ചാടി പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് നാവിൽ ദൈവസ്തുതികൾ ഉരുവിട്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുപോയ ഇന്ത്യയുടെ ആദ്യത്തെ വിശുദ്ധൻ 1597 ഫെബ്രുവരി 5-ാം തീയതി നാഗസാക്കിയുടെ കുന്നിൻ്റെ മുകളിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധനായ ഗോൺസാലോ ഗാർസിയ ബോധപൂർവം ഈ കുരിശുമരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കണം. 1919 ജൂൺ മുതൽ 1969 സെപ്റ്റംബർ വരെ ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ മഹാരഥനായ വിശുദ്ധ പാദ്രിപ്പിയോ, അദ്ദേഹം നീണ്ട 50 വർഷക്കാലം തൻ്റെ 2 കൈകളിലും 2 സെന്റിമീറ്റർ ആഴമുള്ള മുറിവും ഹൃദയത്തിൽ 5.9 സെന്റിമീറ്റർ ആഴമുള്ള മുറിവുമായി പഞ്ചക്ഷതങ്ങൾ യേശുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മഹാവിശുദ്ധൻ. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിച്ച ഡോക്ടർ ഫെസ്തെ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛന് സുഖമല്ലേ? അദ്ദേഹം പറഞ്ഞു, സുഖമാണ്, പക്ഷേ കുറച്ച് ദിവസമായി വയറ്റിൽ അസഹനീയമായ വേദന. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി വയറ്റിൽ ഹെർണിയാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. അടിയന്തരമായി അദ്ദേഹത്തെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷന് തയ്യാറായി. പക്ഷെ സഭയുടെ നിർദ്ദേശമുണ്ട്, അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതങ്ങൾ പരിശോധിക്കാൻ പാടില്ല. അതുകൊണ്ട് സഭയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് വിശുദ്ധ പാദ്രിപ്പിയോ പറഞ്ഞു, എന്നെ നിങ്ങൾ ക്ലോറോഫോം തരാതെ ബോധം കെടുത്താതെ ഓപ്പറേഷൻ ചെയ്യണം. അന്ന് പതിവ് പോലെ രാവിലെ ബലിയർപ്പിച്ച്
അദ്ദേഹം മറ്റുള്ളവരെ കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞ് സാധാരണ പോലെ തൻ്റെ മുറിയിലെത്തി, ലോഹമാറി, തൻ്റെ വൈദികൻ്റെ വസ്ത്രം ഊരിവെച്ച് ഡോക്ടർ ഫെസ്ത നൽകിയ വസ്ത്രം ധരിച്ച് ഓപ്പറേഷൻ ടേബിൾ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ക്ലോറോഫോം സ്വീകരിച്ചില്ല. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ, തൻ്റെ ശരീരത്തിലൂടെ കത്തിവെച്ച് പച്ച മാംസം വെട്ടിക്കീറി 3 മണിക്കൂറിന് ശേഷം 9 സ്റ്റിച്ചുകളുമായി അദ്ദേഹം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ലോകം ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടീരത്തിലേക്ക് ഓടിക്കൂടുന്നതിൻ്റെ സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തോടു കൂടെ നമ്മൾ ചേർന്ന് നിൽക്കണം. 21-ാമത്തെ വയസ്സിൽ ന്യൂമോണിയ ബാധയെ തുടർന്ന് ആശുപത്രിയിലായിരിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വലതുഭാഗത്ത് അടിയിലായി രൂപപ്പെട്ട 3 ഫൈബ്രോയിഡ്സ്, 3 മുഴകൾ നീക്കം ചെയ്ത് ആശുപത്രി കിടക്കിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ച കുട്ടിക്കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കിയ സിസ്റ്റർ ഡൊളാറസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുമ്പോൾ നീ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കണം, യേശുവിനെ അനുകരിക്കണം. അങ്ങനെ അനുകരിച്ച ജോർജ് ബെർഗോളിയോ എന്ന മഹാവിശുദ്ധനായ വൈദികനെ, കർദിനാളിനെ ദൈവം ഉയർത്തി കത്തോലിക്ക സഭയുടെ മഹാരഥനായ സാരഥിയായി, ഫ്രാൻസിസ് പാപ്പയായി ഉയർത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറരുത്, ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കണം. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. 2000-ലാണ് ഞാൻ വിവാഹിതനായത്. ദൈവം എനിക്ക് 5 കുട്ടികളെ ദാനമായിട്ട് നൽകി. ആദ്യത്തേത് ആൺകുട്ടി, തുടർന്ന് 3 പെൺകുട്ടികൾ. ആദ്യത്തെ ആൺകുട്ടി 3 പെൺകുട്ടികൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ഒരാഗ്രഹം, വീണ്ടും ഒരു ആൺകുട്ടിയെ കൂടെ ദൈവം തരികയാണെങ്കിൽ ജോൺ പോൾ എന്ന് പേരിടാം എന്ന് ആഗ്രഹിച്ച് ഈ ഒരു നിയോഗത്തോടു കൂടെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പോലെ 2011 ജൂൺ മാസം 11-ാം തീയതി എൻ്റെ ഭാര്യ പ്രസവിച്ചു. ആഗ്രഹിച്ചതുപോലെ ആൺകുട്ടി. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ജൂൺ 14-ാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയോടും 4-ാമത്തെ കുഞ്ഞിനോടും കൂടെ വണ്ടി ഓടിച്ച് ഞാൻ സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു കയറുന്നതിന് ഇടയിൽ പെട്ടെന്ന് എൻ്റെ വലതുകാലിൻ്റെ ബലം നഷ്ടപ്പെട്ട് ഞാൻ താഴെ വീണു. ഉടനെ എൻ്റെ 2 കൂട്ടുകാർ ഓടി വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്താക്കി. അന്ന് മുഴുവൻ ഇടതുകാലിൻ്റെ ബലം ഉപയോഗിച്ച് ഞാൻ എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ 2 കൈയും 2 കാലും അല്പം പോലും ചലിക്കുന്നില്ല. ശരീരത്തിൻ്റെ മുഴുവൻ മൊബിലിറ്റിയും ചലനാത്മകതയും 12 മണിക്കൂറിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയി. സുഭാഷിതങ്ങൾ 27:1. നാളെയെ ചൊല്ലി അഹങ്കരിക്കരുത്. ഒരു ദിവസം കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നീ അറിഞ്ഞുകൂടാ. സങ്കീർത്തനം 90:5. അവിടുന്ന് ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ മനുഷ്യനെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നമാകുമ്പോൾ അത് വാടിക്കരിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിന് വെറും പുല്ലിൻ്റെ വിലയാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കാ സുവിശേഷകൻ ഒരു ഡോക്ടറായ അദ്ദേഹത്തിന് മനുഷ്യ ജീവിതത്തിൻ്റെ ലോഞ്ചിവിറ്റിയുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും അതിൻ്റെ ക്ഷണികതയെക്കുറിച്ചും അറിയാമായിരുന്ന ഡോക്ടറായ അദ്ദേഹം തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൈവശാസ്ത്ര ചിന്തയാണ്, പ്രമേയമാണ് ഇന്ന് ലൂക്കാ 2:11. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാ 4:21. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ
ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയായി. ലൂക്ക 19:5 ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കണം. ലൂക്ക 19:9 ഇന്ന് നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ലൂക്ക 23:43 നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഒരു ഡോക്ടറായ ലൂക്ക ഇന്ന് എന്ന ദൈവശാസ്ത്ര പ്രമേയത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നതിൻ്റെ കാരണം എന്തെന്നറിയണ്ടേ? ഇന്ന് മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്, നാളെ നമ്മുടെ സ്വന്തമല്ല. The sacred things belongs to our God. നിയമാവർത്തനം 29:29 രഹസ്യങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിനറിയാം എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ദൈവം തീരുമാനിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പാപവുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഇന്ന് അത് അവസാനിപ്പിക്കണം. പിശാചുമായുള്ള കരാറുകൾ റദ്ദ് ചെയ്യേണ്ട ദിവസമാണത്. അത് നാളേക്ക് നീട്ടിവെക്കരുത്. നാളെ നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ ആരുടെയും സ്വന്തമല്ല. നാളെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമോ എന്ന് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. സ്വരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ 11 മണിയായിട്ടും എനിക്ക് കിടന്ന കട്ടിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ചേട്ടനെ ഫോണിലൂടെ വിളിച്ചു വരുത്തി. അദ്ദേഹം വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ എൻ്റെ ആഗ്രഹം 2 കാലിൻ്റെ ബലം ഉപയോഗിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ചേട്ടനോട് ഞാൻ പറഞ്ഞു, കൈകൾ വിടാൻ ആവശ്യപ്പെട്ടു. ചേട്ടൻ കൈവിട്ട ഉടനെ തന്നെ ഞാൻ വീണ്ടും താഴേക്ക് വീണുപോയി. എന്നെ പിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി. അല്പം കഴിഞ്ഞ് 2 പേർ കൂടെ വന്ന് 3 പേർ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ഉടനെ തന്നെ ഒരു കസേരയെടുത്ത് എന്നെ കസേരയിലേക്ക് കയറ്റി. ഈ സമയത്ത് എൻ്റെ അമ്മ, ഭാര്യ, 5 കുഞ്ഞുങ്ങൾ, എൻ്റെ അപ്പൻ 5 വർഷം തളർന്നിട്ട് ആണ് മരിച്ചത്. എൻ്റെ അപ്പൂപ്പൻ 40-ാമത്തെ വയസ്സിൽ അകാല മരണം. എൻ്റെ സഹോദരിയുടെ ഭർത്താവിന് 42-ാമത്തെ വയസ്സിൽ ആകസ്മികമായ ഒരു അപകട മരണം. ഇങ്ങനെ മരണങ്ങളുടെ ഭീതിതമായ ഓർമ്മ അമ്മയുടെ മനസ്സിലുണ്ട്. അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും നിലയ്ക്കാത്ത നിലവിളികൾ ഉയർന്നു. എൻ്റെ വീട് പെട്ടെന്ന് ഒരു മരണ വീട് പോലെയായി. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്നതുപോലെ ഒരു കസേരയിലിരുത്തി കസേരയോടുകൂടെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് ജനിച്ചിട്ട് 5 ദിവസം മാത്രം പ്രായമുള്ള ചോര കുഞ്ഞിനെയും എടുത്ത് എൻ്റെ ഭാര്യ കണ്ണുനീരോടുകൂടെ എനിക്ക് ആശുപത്രിയിലേക്ക് വിട നൽകി. ആശുപത്രിയിലെത്തി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ BP, ബ്ലഡ് പ്രഷർ ഷൂട്ടപ്പ് ചെയ്തതാണ് ഇത്ര പെട്ടെന്ന് 2 കൈയും 2 കാലും തളർന്നു പോകാനുണ്ടായ കാരണം. അതുകൊണ്ട് ഇവിടെ കിടന്ന് കുറച്ച് ദിവസം ചികിത്സിക്കേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ അവിടെ കിടന്നു. കുറച്ച് ദിവസങ്ങൾ ചികിത്സകൾ മുൻപോട്ട് പോയി. 8 ദിവസമായി എൻ്റെ 2 കൈയും 2 കാലും അല്പം പോലും ചലിക്കുന്നില്ല. ഇത് മാത്രമല്ല, അസഹനീയമായ, അചിന്തനീയമായ, ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വേദന എൻ്റെ 2 കാലിലും കയ്യിലും കടന്നു വരാൻ തുടങ്ങി. 8 ദിവസമായപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഇതിൻ്റെ കാരണമൊന്ന് കണ്ടുപിടിക്കണം. ഡോക്ടർ ഉടൻ തന്നെ എൻ്റെ തലയുടെ MRI സ്കാനിങ്ങിന് വേണ്ടി വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ എത്തി തലയുടെ MRI സ്കാൻ ചെയ്ത് 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിശോധന. അതിൻ്റെ റിസൾട്ടുമായി ഡോക്ടർ അടുക്കലെത്തി. ഡോക്ടർ അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ തലയുടെ ഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാധാരണഗതിയിൽ മുൻപോട്ട് പോകുന്നു, യാതൊരു തകരാറുകളുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടന്ന് ചികിത്സ ചെയ്യേണ്ടി വരും. അടുത്ത 2-3 ദിവസങ്ങൾ കൂടെ മുൻപോട്ട് പോയി. ഈ സമയത്ത് എന്നെ സ്നേഹിക്കുന്ന അക്രൈസ്തവരായ ചില സഹോദരങ്ങൾ, അവരുടെ ഉള്ളിലെ ആഗ്രഹം, ഞാൻ ഏത് വിധത്തിലെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം. ഇതാണ് അവരുടെ ആഗ്രഹം. അവർ പറഞ്ഞു, MRI സ്കാനിങ് എടുത്തിട്ട് രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് മറ്റെന്തോ കാരണമാണ്. 5-ാമത്തെ കുഞ്ഞ് ജനിച്ചതിലുള്ള ദോഷമാണ്. കുഞ്ഞിൻ്റെ നാള് നോക്കണം, കുഞ്ഞിൻ്റെ ജാതകം എഴുതണം. ഇങ്ങനെ അവരുടേതായ ചില ആചാരങ്ങൾ നടത്താൻ ഞങ്ങളെ ഉപദേശിച്ചു. ഇതേ
സമാന സാഹചര്യം ഇസ്രായേലിലെ രാജാവായ അഹസ്യ രാജാവിനുണ്ടായി. 2 രാജാക്കന്മാർ 1-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അഹസ്യ രാജാവ് സമരിയയിലെ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അദ്ദേഹത്തിൻ്റെ 2 കൈയും 2 കാലും തളർന്ന് അഹസ്യ രാജാവ് കിടപ്പിലായി. ഈ സമയത്ത് രാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത: താനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആരായാൻ അന്യ ദൈവമായ എക്രോണിലെ ദേവനായ ബാൽസബൂബിന്റെ അടുത്തേക്ക് ആളയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ച് തൻ്റെ രാജഭൃത്യന്മാരെ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. പ്രഭാഷകൻ 48:1. അനന്തരം ഏലിയ പ്രവാചകൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ തീപ്പന്തം പോലെ ജ്വലിച്ചു. തീപ്പന്തമായ വാക്കുകളുമായിട്ട് ഏലിയ പ്രവാചകൻ രാജഭൃത്യന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു: ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ അന്യ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ രാജാവ് കിടന്ന കിടപ്പിൽ തന്നെ മരിക്കും, എഴുന്നേൽക്കുകയില്ല. രാജഭൃത്യന്മാർ തിരിച്ച് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അഹസ്യ രാജാവിൻ്റെ അടുത്ത് വിവരം ധരിപ്പിച്ചു. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തി പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചു. രാജാവ് 51 പേരെ ഏലിയ പ്രവാചകന്റെ അടുക്കലേക്ക് അയച്ചു. പ്രവാചകൻ മലമുകളിൽ ഇരിക്കുന്ന സമയത്ത് 51 പേർ അവിടെ എത്തിയിട്ട് പറഞ്ഞു: അല്ലയോ പ്രവാചക, രാജാവ് കൽപ്പിക്കുന്നു, അങ്ങ് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. ഏലിയ പറഞ്ഞു: ഇസ്രായേലിന്റെ രാജാവാണ്, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി 51 പേരെയും ദഹിപ്പിക്കട്ടെ. ഏലിയ പറഞ്ഞു തീരുന്നതിന് മുൻപ് സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി 51 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. രാജാവ് വീണ്ടും ഇതുപോലെ, ഏലിയ അതുപോലെ തന്നെ ആവർത്തിച്ചു. അവസാനം അടുത്ത ഒരു 51 പേരെ, അവരുടെ നേതാവ് അല്പം വിനയമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഏലിയ പ്രവാചകനെ സമീപിച്ചിട്ട് പറഞ്ഞു: അല്ലയോ പ്രവാചക, അങ്ങ് എൻ്റെയും കൂടെയുള്ള 50 പേരുടെയും ജീവനെ വിലപ്പെട്ടതായി കണക്കാക്കണം. പരിശുദ്ധാത്മാവ് ഏലിയ ദീർഘദർശിക്ക് നിർദ്ദേശം നൽകി: നീ എഴുന്നേറ്റ് സമരിയയിലെ കൊട്ടാരത്തിലേക്ക് പോകണം. ഏലിയ എഴുന്നേറ്റ് സമരിയയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ഇതാ അഹസ്യ രാജാവ് 2 കൈയും കാലും തളർന്ന് കട്ടിലിൽ കിടക്കുന്നു. രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി അഗ്നി ജ്വലിക്കുന്ന വാക്കുകളുമായിട്ട് ഏലിയ ചോദിച്ചു: ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെ ചെയ്തത് കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ നിന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കിയ ദൈവത്തെ മറന്ന് അന്യ ദൈവത്തെ നീ ആരാധിക്കാൻ ശ്രമിച്ചത് കൊണ്ട് നീ കിടന്ന കിടപ്പിൽ തന്നെ മരിക്കും. 2 രാജാക്കന്മാർ 1:17. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അഹസ്യ രാജാവ് കിടന്ന കിടപ്പിൽ തന്നെ കിടന്നു മരിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ പ്രതികൂല സംഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. ഈ സമയത്തൊന്നും നമ്മുടെ ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കരുത്. സങ്കീർത്തനം 16:4. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കും. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല, ഞാൻ അവർക്ക് രക്തം കൊണ്ടുള്ള പാനീയ ബലി അർപ്പിക്കുകയില്ല. അന്യ ദൈവങ്ങളെ അനുഗമിച്ച അഹസ്യ രാജാവ് ഇപ്പോൾ നാമാവശേഷമായിട്ട് മാറി. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത 3 ദിവസം കൂടെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തുറന്നുപോയി. എന്നാൽ അല്പം പോലും എൻ്റെ കാലുകളിലെ വേദന മാറുന്നില്ല, ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. ഡോക്ടറോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എൻ്റെ കൂടെ 4 പേരുണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ. ഈ 4 പേർക്കും രാത്രിയിൽ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് രാത്രിയും പകലും അല്പം പോലും ഉറങ്ങാൻ സാധിക്കുന്നില്ല. സങ്കീർത്തനം 102:2. എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നുപോയി, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയാൻ തുടങ്ങി, എൻ്റെ ഹൃദയം പുല്ല് പോലെ വാടിപ്പോകുന്നു. ഞാൻ കരഞ്ഞു കരഞ്ഞ് എല്ലും തോലുമായി, മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ, വിജനപ്രദേശത്തെ മൂങ്ങ പോലെ, പുരമുകളിൽ തരിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാഗിയാണ് ഞാൻ.
ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. ഞാൻ കടന്നുപോയ ദിവസങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് രാജാവിലൂടെ കുറിച്ചു വെച്ചിരിക്കുന്നു. എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നുപോയി. അങ്ങനെ 11 ദിവസത്തെ ചികിത്സ ആ ആശുപത്രിയിൽ നിന്ന് മതിയാക്കി ഡോക്ടറുടെ തന്നെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക്, എറണാകുളത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ എത്തി ഏറ്റവും ആദ്യം ഒരു ഫിസിഷ്യൻ, അതേ തുടർന്ന് ഒരു ന്യൂറോളജിസ്റ്റ് എന്നെ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അദ്ദേഹം NCV എന്നൊരു ടെസ്റ്റിന് വിധേയനാക്കി. ന്യൂറോ കണ്ടക്ടിവിറ്റി വെലോസിറ്റി ടെസ്റ്റ്. മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകളുടെ ബലക്ഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പരിശോധനയാണ്. ഈ പരിശോധന 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു. അതിനുശേഷം ഐസിവിലേക്ക് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ ശരീരത്തിന്റെ വ്യത്യസ്ത രൂപത്തിലുള്ള എക്സ്റേകൾ. തുടർന്ന് ഐസിവിലെത്തിയപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ദയവേത് റൂമിലേക്കോ വാർഡിലേക്കോ മാറ്റണം. ഡോക്ടർ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ശരീരം മുഴുവൻ തളർന്നതുകൊണ്ട് നിങ്ങളെ ഐസിവിൽ തന്നെ നിർബന്ധമായും പ്രവേശിപ്പിക്കണം. സങ്കീർത്തനം 88:4. കർത്താവേ, ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി. 16 രോഗികൾ ന്യൂറോ ഐസിവിൽ. എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുള്ള രോഗികൾ. എന്നെ ഐസിവിലാക്കി. രാത്രി ഏറെയായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനോട് പറഞ്ഞു, കഴിഞ്ഞ അനേകം രാത്രിയും പകലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രിയെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് വേണം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എത്തി, ഇവിടെ നടത്തിയ എല്ലാ പരിശോധനകളുടെയും റിസൾട്ട് വരുന്നത് രാത്രി 10:30 ആകുമ്പോഴാണ്. ഡോക്ടറുമായി ഫോണിലൂടെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ മരുന്ന് ഞങ്ങൾ കുറിക്കാം. രാത്രി 10:30 എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് നൽകി. അന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. രാത്രി ഏറെയായി, പാതിരയായി. ഞങ്ങൾ 16 രോഗികളിൽ നിന്ന് ദൈവം ഒരാളെ വിളിച്ചു. മരിച്ച വ്യക്തിയുടെ മൃതശരീരം ഐസിവിൽ നിന്ന് എടുത്തു മാറ്റി. ബാക്കി 15 പേരായി. സങ്കീർത്തനം 30:3. കർത്താവേ, അവിടെ നിന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. മരണഗർത്തത്തിൽ പതിച്ച 15 പേരിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ ജീവനിലേക്ക് ആനയിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. എന്നെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നെ വിശദമായിട്ട് പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ഞങ്ങൾ കണ്ടുപിടിച്ചു. ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള GB സിൻഡ്രോം, ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗത്തിൻ്റെ രോഗാണുക്കൾ നിങ്ങളുടെ സ്പൈനൽ കോഡിൽ കയറിയത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് 2 കൈയും കാലും തളർന്നു പോയത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിൻ്റെ ചികിത്സകൾ ആരംഭിക്കണം. ആരംഭിച്ചില്ല എങ്കിൽ ശ്വാസകോശത്തിലേക്ക്, സ്പൈനൽ കോഡിൽ നിന്ന് രോഗാണുക്കൾ കയറി വരും. അങ്ങനെ കയറി വന്നാൽ റെസ്പിറേറ്ററി പാരാലിസിസ് ഉണ്ടാകും. ശ്വാസകോശം തളർന്നു പോകും. ഉടനെ തന്നെ കൃത്രിമമായ ശ്വാസം എടുക്കാൻ വേണ്ടി വെന്റിലേറ്റ് ചെയ്യണം. അനേകം ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കിടത്തിയതിന് ശേഷമാണ് ചികിത്സ തുടരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിന് ആവശ്യമായ 5 ലക്ഷം രൂപ നാളെ വേണം. ഏകദേശം 7 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു ചികിത്സാ പദ്ധതി. പിറ്റേ ദിവസം രാവിലെ 5 ലക്ഷം രൂപ വേണം. എൻ്റെ വീട്ടിൽ ഭാര്യ, 5 കുട്ടികൾ, അമ്മ, വിധവയായ സഹോദരി, കുഞ്ഞടക്കം 10 അംഗങ്ങളുള്ള കുടുംബത്തിൻ്റെ ഒരേ ഒരു ഏണിംഗ് മെമ്പറാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഡോക്ടർ പറഞ്ഞു, നാളെ 5 ലക്ഷം രൂപ വേണം. എൻ്റെ കയ്യിൽ 5000 രൂപ പോലും ആ സമയത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനമായി. ഞാൻ കുറേ നാളുകളായിട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ട് കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് പരിചയമുണ്ട്. തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ ഗൗരവ സ്വഭാവമുള്ള അസുഖമാണ്, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവിടേക്ക് പോകാൻ അവിടെ വെച്ച് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത, ഇവിടെ 6-7 ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടെങ്കിൽ അതിൻ്റെ 50% 3.5 ലക്ഷം രൂപയെങ്കിലും തൃശ്ശൂർ കൊടുക്കേണ്ടി വരും. അതിനാവശ്യമായ പൈസയും ഞങ്ങളുടെ കയ്യിലില്ല. സങ്കീർത്തനം 40:17. കർത്താവേ, ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ്, എങ്കിലും
കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. ഞാൻ പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്, എങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ഒരു തീരുമാനം ഉറപ്പിച്ചു. എൻ്റെ കൂടെയുള്ളവരെ ഡോക്ടർ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്, നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ആലോചിച്ച് തീരുമാനിക്കണം, എത്രയും വേഗം പൈസ കണ്ടെത്തണം. എന്നാൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഈ സമയത്ത് ഉറച്ചു നിന്നു. സ്വരവേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം കൂടെ സ്വരവേർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയത്ത് രാവിലെ 8:30 ആയപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഉച്ചയ്ക്ക് 2:30 ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത്. ഈ സമയത്ത് ആശുപത്രി ICU കിടക്കയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ചില നിഷേധാത്മകമായ ഭാവങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത്? ദൈവം തന്ന 5 കുഞ്ഞുങ്ങളെയും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് ആനന്ദതുന്ദരമായ ഒരു മാനസിക ഭാവത്തോടെ വീട്ടിലെത്തിയ ഞാൻ 5ാമത്തെ കുഞ്ഞിനെ ഒന്നെടുക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ കൈ തളർന്നു പോകാൻ, കാലുകൾ തളർന്നു പോകാൻ ഉണ്ടായ കാരണമെന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും പാപത്തിൻ്റെ പരിണിത ഫലമാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വാട്ട്സ് വെൻ റോങ് വിത്ത് മീ? കർത്താവേ, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? കുട്ടിക്കാലത്ത് പഠിച്ചു വെച്ച സങ്കീർത്തനമാണ് സങ്കീർത്തനം 121. I rise my eyes towards the hills. When shall my help come? My help comes from the Lord who made the earth and heaven. The keeper of Israel neither slumber nor sleeper. He will not allow to sleep your foot. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. ഉറങ്ങാത്തൊരു ദൈവമുണ്ടായിട്ട്, എൻ്റെ കാലുവഴുതാൻ സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായതെന്ന് ചിന്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവം ചില ബോധ്യങ്ങൾ എനിക്ക് തരാൻ തുടങ്ങി. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം. ഊസ് ദേശത്ത് ജോബ് എന്നൊരാളുണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ സത്യസന്ധനും നീതിനിഷ്ഠനും നിഷ്കളങ്കനുമായിരുന്നു. പൗരസ്ത്യദേശത്തെ ഏറ്റവും സമ്പന്നനായ ജോബിന് 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 ജോഡി കാളകൾ, 500 പെൺകഴുതകൾ, എണ്ണമറ്റ ദാസിദാസന്മാർ, 7 ആൺകുട്ടികൾ, 3 പെൺകുട്ടികൾ. ഇങ്ങനെയുള്ള ജോബ്, ഏറ്റവും സമ്പന്നനായ ജോബ് തൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടായി. ജോബ് ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ഒരു ജോലിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു, കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. ശത്രുക്കളായ ഷേബക്കാർ വന്ന് കാളകളെയും കഴുതകളെയും പിടിച്ചു കൊണ്ടുപോയി വേലക്കാരെ വാളിനിരയാക്കി വധിച്ചു കളഞ്ഞു. ഈ വിവരം പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് വേറൊരു വന്നിട്ട് പറഞ്ഞു, ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി 7000 ആടുകളെ ദഹിപ്പിച്ചു കളഞ്ഞു. ഈ വിവരം പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് വേറൊരുവൻ ഓടി വന്നിട്ട് പറഞ്ഞു, ശത്രുക്കളായ കൽദായർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. അങ്ങയോട് വിവരം പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് വേറൊരുവൻ ഓടി വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ 10 മക്കളില്ലേ, 7 ആൺകുട്ടികൾ, 3 പെൺകുട്ടികൾ, തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ നിന്ന് വീശിയടിച്ച കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയിലും ആഞ്ഞടിച്ചു. ആ മക്കൾ, അവരുടെ മരുമക്കൾ, 100 കണക്കിന് ആളുകൾ ശ്വാസം കിട്ടാതെ ഈയാമ്പറ്റകളെ പോലെ പിടഞ്ഞു മരിച്ചു. ഈ വിവരം പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ദുരന്തത്തിന് ദൂത് പറയാൻ വന്ന 4 ഭൃത്യന്മാരും ജോബും ഭാര്യയും മാത്രം. ദൈവം തന്ന എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജോബിന്റെ മാനസിക ഭാവം എന്താണ്? സ്വർഗവും ഭൂമിയും നരകവും എല്ലാം ജോബ് ഇപ്പോൾ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് നോക്കുകയാണ്. ജോബ് 5:17. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. അത്യുന്നതന്റെ ശാസനത്തെ നീ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടത്തെ കരം സുഖപ്പെടുത്തും. ജോബ് 23:10. ദൈവമേ, അങ്ങനെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണത്തേക്കാൾ പ്രശോഭിക്കും. 916 ക്യാരറ്റിനേക്കാൾ ഞാൻ പ്രശോഭിക്കുന്നവനായിട്ട് മാറും. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ ജോബ് ഇപ്പോൾ എടുക്കുന്ന നിലപാട്, ജോബ് 21 വസ്ത്രം കീറി ജോബ് ദൈവത്തെ
ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആശുപത്രി കിടക്കിൽ കിടക്കുമ്പോൾ എനിക്ക് ജോബിൻ്റെ ജീവിതത്തിലെ ഹരിതാപമായ ഈ ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. എനിക്ക് മനസ്സിലായി ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കേണ്ട അവസരമാണ്. അങ്ങനെ 2:30 അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ പിന്നെ എവിടേക്ക് പോകണം? ശാലോം TV-യിൽ നിന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയ പാരമ്പര്യ വൈദ്യനായ മോഹനൻ വൈദ്യൻ്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനമായി. പോകുന്നതിനിടയിൽ ഡോക്ടേഴ്സായ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇത്രമാത്രം വൈദ്യശാസ്ത്രം മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്ത സമയത്ത് പാരമ്പര്യ ചികിത്സയ്ക്ക് ഈ ഒരു രോഗവുമായിട്ട് പോകരുത്. എങ്കിലും ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ എത്തി അദ്ദേഹം എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ മുടിനാരി പോലും എണ്ണിയ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ആ ദൈവത്തിന് മാത്രമേ നിങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കൂ. അങ്ങനെ അവിടെ കിടന്ന് ചികിത്സ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, 21 ദിവസം കഴിയാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അനേകർ ഈ ദിവസങ്ങളിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന ആരംഭിച്ചു. എൻ്റെ ഒരു സഹോദരി അട്ടപ്പാടിയിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന മാസാദ്യ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ കടന്നുപോയി. അവിടെ എത്തി. ചേച്ചി അവിടെ എത്തിയപ്പോൾ ഞാൻ അറിയാതെ തന്നെ ചേച്ചി അവിടെ എത്തി. ചേച്ചി മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് എന്നെ വിളിച്ചു. എൻ്റെ കൂട്ടുകാരൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് എൻ്റെ ചെവികളിലേക്ക് വെച്ച് തന്നു. ഞാൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സ്വരം മൊബൈൽ ഫോണിലൂടെ കേട്ടു. കുറച്ച് സമയം പ്രാർത്ഥനയുമായി സഹകരിച്ച് ഫോൺ ഓഫ് ചെയ്തു. സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ പട്ടായൽ അച്ഛനാണ്. ഒരു 12 മണി സമയമായപ്പോൾ അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം നൽകി. 2 കാലുകൾ കൈകൾ തളർന്നു കിടക്കുന്ന ആന്റണിയെ യേശു സുഖപ്പെടുത്തുന്നു എന്ന് ഒരു സന്ദേശം അച്ഛൻ നൽകിയപ്പോൾ 250 കിലോമീറ്റർ ദൂരെ കിടന്നിരുന്ന എൻ്റെ കാലുകളിലേക്ക് യേശുവിൽ നിന്ന് പുറപ്പെട്ട അഭിഷേകം, യേശുവിൽ നിന്ന് പുറപ്പെട്ട രോഗികളെ സുഖപ്പെടുത്തുന്ന അതേ ശക്തി എൻ്റെ കാലുകളിലേക്ക് കടന്നു വരികയും 16 ദിവസങ്ങൾക്ക് ശേഷം ഒരു വെണ്ടയ്ക്ക വാടിയതുപോലെ, പടവലങ്ങ വാടിയതുപോലെ കിടന്ന എൻ്റെ കാലുകളിലേക്ക് ദൈവശക്തി കടന്നു വരികയും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ എൻ്റെ യേശു ബലപ്പെടുത്തി. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ? നമ്മൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പുനഃസ്ഥാപിക്കുന്നവനാണ് അവിടുന്ന്. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ അതെല്ലാം ദൈവം നമുക്ക് തിരിച്ചു വരും. നിങ്ങളുടെ നഷ്ടപ്പെട്ട ആരോഗ്യമാണോ, അതവൻ തിരിച്ചു തരും. നഷ്ടപ്പെട്ട സമ്പത്താണോ, യേശു തിരിച്ചു തരും. നഷ്ടപ്പെട്ട വിശുദ്ധിയാണോ, യേശുവിന് തിരിച്ചു വരാൻ പറ്റും. എൻ്റെ അപ്പൻ 5 വർഷം രോഗിയായി ഇടതുവശം തളർന്ന് കിടന്ന് മരിക്കുന്നതിന് മുൻപ് കുറേ ചികിത്സകൾ, അതിനുവേണ്ടി ഞങ്ങളുടെ സ്ഥലം വിറ്റ് അപ്പനെ നല്ല രീതിയിൽ ചികിത്സിച്ചു. കുറേ നാളുകളായി ഞാൻ വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് ഒരു സ്ഥലമില്ല. ജീവന് വേണ്ടി നിലകൊള്ളുന്ന, ജീവന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്യാസി സമൂഹമാണ് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്, ഡോക്ടർ സിസ്റ്റർ റെജിസ്. അവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. 5ാമത്തെ കുഞ്ഞിൻ്റെ പ്രസവം എടുത്തതും കാര്യങ്ങളെല്ലാം ചെയ്തത് ആ ബഹുമാനപ്പെട്ട സിസ്റ്ററാണ്. സിസ്റ്ററെ കണ്ട് ഞാൻ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അവതരിപ്പിച്ചു. സിസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രൊവിൻഷ്യലുമായിട്ട് സംസാരിക്കാം. അങ്ങനെ അപ്രതീക്ഷിതമായി ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ പ്രൊവിൻഷ്യാളുമായിട്ട് ഞാൻ കണ്ടു. അവരുമായിട്ട് സാമ്പത്തിക കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവരുടെ സെൻറ്റിനറി ആണ്, ശതാബ്ദി കഴിഞ്ഞ വർഷം. അപ്പോൾ ആ പ്രൊവിൻഷ്യാളമ്മ സിസ്റ്റർ എൽസി കോക്കാട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പരമാവധി സഹായിക്കാൻ ശ്രമിക്കാം. കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയി, യാതൊരു മറുപടിയുമില്ല. കഴിഞ്ഞ ജനുവരി 3-ാം തീയതി രാത്രി അവരെന്നെ ഫോണിലൂടെ വിളിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം സൗജന്യമായിട്ട് തരാം. സങ്കീർത്തനം 37-34, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. കഴിഞ്ഞ 2 വർഷമായി എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്ന വചനമാണ്, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടെ നിന്നെ ആദരിക്കും. 1 രൂപ പോലും എൻ്റെ കൈവശമില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് 2 വർഷം പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വഴി ദൈവം തുറന്നു തന്നത്. അങ്ങനെ പാവനാത്മ അവരുടെ ഹൗസിലേക്ക് എന്നെ വിളിപ്പിച്ചു. പ്രൊവിൻസ് ഹൗസിൽ അവിടെ എത്തി ഈ സ്ഥലം കാണാനായിട്ട് അവരെന്നെ കൊണ്ടുപോയി.
അത് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണുകളെ പോലും എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ആഗ്രഹം പള്ളിയുടെ അടുത്ത് താമസിക്കണം. ഈ സ്ഥലം പള്ളിയുടെ ഏറ്റവും അടുത്ത്, പള്ളിയിലേക്ക് മണിയടിക്കുമ്പോൾ ഇറങ്ങിയാൽ മതി, തൊട്ടടുത്ത് വെള്ളം, വഴി, സ്കൂൾ, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 7 സെൻറ്റ് സ്ഥലം ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ എനിക്ക് വെറുതെ നൽകി. ഇപ്പോൾ അതിൻ്റെ ഒരു വീടിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു തരാൻ യേശുവിന് പറ്റും. യേശുവിന് മാത്രം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ പറ്റും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. പുറപ്പാട് 23:25 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടായിരിക്കുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ രോഗപീഠകൾ വിട്ടുപോകും. നമ്മുടെ സാമ്പത്തിക മേഖലയെ തകർച്ചയിലേക്ക് ദൈവശക്തികൾ കടന്നു വരും. 2 കരങ്ങൾ ഉയർത്തി കണ്ണടച്ച്, എന്നെ സുഖപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ, ജീവിക്കുന്ന യേശുവിന്റെ അതേ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇതേ ശക്തി കടന്നു വരും. കരമുയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കട്ടെ. മലാക്കി 4:3 ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി തീരും. യേശു ക്രിസ്തു പ്രവർത്തിക്കുന്ന ദിവസമാണ്. നമ്മുടെ ശത്രുവായ പിശാചിനെ തകർക്കുന്ന ദിവസമാണ്. അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയാകും. ദൈവത്തെ ആരാധിക്കട്ടെ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. യേശുവേ, യേശുവേ, ഇപ്പോൾ ദൈവജനത്തിന്റെ പ്രാർത്ഥനകളിലേക്ക് എഴുന്നള്ളി വരണമേ. സ്വരമുയർത്തി ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ, വിപരീത സാഹചര്യങ്ങളിൽ യേശുവിന്റെ ശക്തി കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എന്നെ സൗഖ്യമാക്കിയ അതേ ശക്തി ദൈവജനത്തിൽ പ്രകടമാകട്ടെ. ദേശങ്ങളിലേക്ക്, ഭാഷകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വരമുയർത്തി യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി ആഗ്രഹത്തോടെ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.